നമസ്കാരം. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. പല ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്ന തരത്തിൽ തന്ത്രപ്രധാനമായ സംവിധാനങ്ങളും അത്യാധുനിക കണ്ടുപിടുത്തങ്ങളും ഭരണമേഖലയിലെ സുതാര്യതയും ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെയായി ഇന്ത്യക്കാരുടെ ബുദ്ധി വൈഭവം ലോകം മുഴുവൻ വാഴ്ത്തപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ അമേരിക്ക പിടിച്ചു പുറത്താക്കി വാതിലടയ്ക്കുമെന്ന് പറഞ്ഞു തീരും മുന്നേ ഇന്ത്യക്കാരെ റാഞ്ചാൻ തയ്യാറെടുത്തുകൊണ്ട് ജർമ്മനിയും ചൈനയും ഉൾപ്പെടെ രംഗത്ത് വന്നത്. എല്ലാവർക്കും ഇന്ത്യക്കാരുടെ തലയിൽ ഉദിക്കുന്ന ആശയങ്ങളെ പറ്റി രണ്ടാമതൊരു അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ നടപ്പിലാക്കുന്ന പല സംവിധാനങ്ങളും സ്വന്തം രാജ്യത്ത് നടപ്പിലാക്കാൻ പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനു പിന്നാലെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉഡായുടെ ചെയർമാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ സന്ദർശനത്തിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എത്തിയതിനു ശേഷം ആദ്യ കൂടിക്കാഴ്ച നടത്തിയവരിൽ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായ നന്ദൻ നിലേക്കനിയും ഉണ്ടായിരുന്നു എന്നതാണ് അഭ്യൂഹങ്ങൾ ശരിവയ്ക്കുന്നത്. ആധാറിന്റെ മാതൃകയിൽ UK പൗരന്മാർക്കായി ഡിജിറ്റൽ ID സംവിധാനം നടപ്പിലാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇൻഫോസിസുമായി വാണിജ്യപരമായ ഇടപാടിന് ആലോചനയില്ല എന്നും പദ്ധതിയുടെ സ്വന്തം പതിപ്പ് നിർമ്മിക്കാനാണ് UK ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. UK-യിൽ ഡിജിറ്റൽ ID കാർഡ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ജനപിന്തുണ കുറവാണ്. കൂടാതെ പ്രതിപക്ഷ കക്ഷികൾ പദ്ധതിയിൽ എതിർപ്പ് പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും സ്റ്റാർമർ തന്റെ പദ്ധതികളെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചിരുന്നു. ID കാർഡ് സംവിധാനം നടപ്പിലാക്കി വൻ വിജയം കൈവരിച്ച ഇന്ത്യയിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്നും അതുകൊണ്ട് തന്റെ കൂടിക്കാഴ്ചകളിൽ ഒന്ന് അതുമായി ബന്ധപ്പെട്ട ആശയത്തെ കുറിച്ചായിരിക്കുമെന്നുമാണ് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഡിജിറ്റൽ IDക്കായി ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിക്കാൻ UK-യിലെ സംവിധാനത്തിൽ പദ്ധതിയില്ല എന്നാണ് വിവരം. എന്നാലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ സംവിധാനത്തോട് വലിയ താല്പര്യമാണുള്ളത്. ബ്രിട്ടീഷ് പൗരന്മാർക്കും UK-യിലെ സ്ഥിര താമസമായവർക്കും ജോലി ലഭിക്കുന്നതിന് നിർബന്ധിത ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ കാർഡ് ആവശ്യമായി വരുമെന്ന് സെപ്റ്റംബറിൽ സ്റ്റാർമർ പ്രഖ്യാപിച്ചിരുന്നു. അനധികൃത കുടിയേറ്റം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യം, ക്ഷേമം, ശിശുപരിപാലനം, മറ്റു പൊതുസേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന് ജനങ്ങൾക്ക് എളുപ്പമാക്കാനും ഡിജിറ്റൽ ID സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നൂതന ആശയങ്ങൾ കടൽ കടന്നും പറക്കുമെന്ന് ഉറപ്പാണ്. മോദിയുടെ ആധാർ പദ്ധതിയെ വിമർശിച്ചവർ ഒക്കെ ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മതി.